ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ദൈവത്തിൻ്റെ മഹത്വം. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരും വ്രതന്മാരും പ്രിയരുമായി ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ പൗലോസ്ലീഹ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദൈവമക്കൾ ധരിക്കേണ്ടതായ ഒരു വസ്ത്രമുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം, ദി ഗാർമെൻറ്റ്സ് ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസി ധരിക്കേണ്ടതായ വസ്ത്രങ്ങൾ. വസ്ത്രം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. വസ്ത്രം കൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് സാധാരണഗതിയിൽ തിരിച്ചറിയാം. ഒരു ബഹുമാനപ്പെട്ട വൈദികനാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേഷധാരണം കൊണ്ട് തന്നെ ഒരു പുരോഹിതനാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു പട്ടാള മേധാവിയാണ്, ഒരു പോലീസുകാരനാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേഷം കൊണ്ടും അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു ദൈവവൈതലിനെ കാണുമ്പോൾ അവരുടെ വസ്ത്രം അത് അവരാരാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. എന്തായിരിക്കണം അടിസ്ഥാനപരമായി ഒരു വിശ്വാസിയുടെ വസ്ത്രം? വളരെ വ്യക്തമായി വചനത്തിൽ പല സ്ഥലങ്ങളിലും പൊരുൾ തിരിച്ച് പറയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വാസ്തവത്തിൽ നാം ഞെട്ടലോടെ കേൾക്കേണ്ടതാണ്. റോമർ 13-ന്റെ-14, ഗലാത്യർ 3-ാം അധ്യായം 27-ാമത്തെ വാക്യവും. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. കേട്ടോ നിങ്ങളെല്ലാവരും? ക്ലോത്ത് യുവർസെൽഫ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പുട്ട് ഓൺ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. എന്നെ കാണുമ്പോൾ ആരും ആദ്യം അവരുടെ കൺമുമ്പിൽ വെളിപ്പെടുത്തി വരുന്നത് യേശുക്രിസ്തുവാണ്. കാരണം സഭാപിതാക്കന്മാരെ കുറിച്ച് പറയും, ദൈവത്തെ ധരിച്ച പിതാക്കന്മാർ. അത് ദൈവത്തിൻ്റെ തേജസ് ഉടുത്തവരാണ്. ദൈവത്തിൻ്റെ സ്നേഹം സമ്പൂർണമായി ആഭരണമായി അണിഞ്ഞവരാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ അത് തന്നെ പറയുന്നു. 3-ാം അധ്യായം 27-ാമത്തെ വാക്യം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും, കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ എന്ന് പറഞ്ഞാൽ വളരെ ആഴമുള്ളതായ ഒരർത്ഥം അതിനുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു, കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് ആ വ്യക്തിയെ പുറത്തെടുക്കുന്ന പോലെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവൻ്റെ പുതുശക്തിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. സ്നാനത്തിൽ ഒരു മരണമുണ്ട്, ഒരു അടക്കമുണ്ട്, ഒരു ഉയർപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേറ്റതായിരിക്കുന്ന വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ ഉടുത്തവരാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചവരാണ്. ദൈവമക്കളെ, കാലോറിയിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാമോ? അവിടെ വെച്ചാണ് എന്നെ ധരിപ്പിക്കുവാനുള്ളതായ നീതിയിൻ വസ്ത്രം തുന്നിയത്. തൻ്റെ ദേഹമെന്ന തിരശീല കാരിരുമ്പാണുകൾ കൊണ്ട് കീറി എനിക്ക് വേണ്ടി ഒരു നീതിയിൻ വസ്ത്രം, രക്ഷാവസ്ത്രം നെയ്ത് മെനഞ്ഞു തന്നു. അതിന് കർത്താവായ യേശുക്രിസ്തു കൊടുക്കേണ്ടി വന്ന വില ജീവരക്തമാണ്, സ്വന്തം ജീവനാണ്. എന്തു വലിയ വേദന എനിക്ക് വേണ്ടി, എനിക്ക് ഉടുപ്പ് തുന്നാൻ വേണ്ടി സഹിച്ചു കർത്താവ്. ഏദനിൽ ആദാമും ഹവ്വയും പാപം ചെയ്തു. അവർ നഗ്നരായിപ്പോയി. അവരെ ഒരു ആട്ടിൻ തോൽ കൊണ്ട് അവരുടെ നഗ്നത മറച്ചു. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മുൻകുറിയാണ്. എനിക്ക് വേണ്ടി കാൽവറിയിൽ നീതിയിൻ വസ്ത്രം തുന്നിത്തന്ന കർത്താവായ യേശുക്രിസ്തു എന്നും ജീവിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ,
ഈ വസ്ത്രം ഓടിച്ചെന്ന് നമുക്ക് ധരിക്കാൻ പറ്റുകയില്ല. ഈ വസ്ത്രം ഇങ്ങ് തന്നേരെന്ന് പറഞ്ഞ് നമുക്ക് വില കൊടുത്ത് വാങ്ങിച്ച് ധരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം, അത് സൗജന്യമാണ്. പക്ഷേ അതേ സമയത്ത് നാം കൊടുക്കേണ്ടതൊരു വിലയുണ്ട്. നാം അതിനെന്തൊരുങ്ങണം? ആ വസ്ത്രം ദൈവത്തിന് എന്നെ അണിയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എനിക്ക് വേണ്ട ഒരുക്കം എന്താണ്? കൊലോസ്യർ 3:9 വായിച്ച്. കൊലോസ്യർ 3-ാം-അധ്യായം 9 നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ്. എല്ലാവരും കേട്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ നടക്കണം. എല്ലാവരും പുതിയ വസ്ത്രം വേണമോ? മഹിമാവിൻ നീരാളം ചാർത്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ് ഉടുത്തവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. എനിക്ക് സ്വർഗരാജ്യം കിട്ടണം എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടോ ആഗ്രഹിച്ചതുകൊണ്ടോ ഒരിക്കലും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ കല്യാണ വസ്ത്രമില്ലാത്ത ഒരു വ്യക്തിക്കും അതിനകത്ത് പ്രവേശനമില്ല. അവൻ പുറന്തള്ളപ്പെട്ടു പോകും. ഈ കല്യാണ വസ്ത്രം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ ദിവ്യ പ്രകൃതിയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സേറിയ ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. മോശ സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തേജസ് ഉടുത്തവനായി ത്വക്ക് പ്രകാശിക്കുന്നതിനായി ഇറങ്ങി വന്നതുപോലെ ദൈവമക്കളെ നമ്മളുടെ ജീവിതത്തിലും ആ തേജസ് പ്രകാശിക്കണം. അതിന് കർത്താവായ യേശുക്രിസ്തു നമ്മൾ ധരിക്കണം. അതിനെന്ത് വേണം? കൊലോസ്യർ 3:9 വായിച്ച് കേൾക്കാം. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ്. പഴയ മനുഷ്യനെ അങ്ങോട്ട് ഉരിഞ്ഞു കളയണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഷർട്ട് ഞാൻ അതിൻ്റെ ബട്ടൺസ് എല്ലാം ഊരി ആ മുഷിഞ്ഞതായ വസ്ത്രം അങ്ങോട്ട് ഊരിക്കളയുന്നത് പോലെ പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടെ, അതിൻ്റെ പാപപ്രകൃതികളോടെ, അതിൻ്റെ ജഡീകമായിരിക്കുന്ന അശുദ്ധിയോടെ, അതിൻ്റെ ലോകസ്നേഹത്തിൻ്റെ കറകളെല്ലാം ഉൾപ്പെടെ ദൈവമക്കളെ നമ്മൾ അതിനെ അവജ്ഞയോടെ അതിന് വേണ്ട എന്നുള്ളം കൊണ്ട് വെറുത്ത് അതിനെ പരിപൂർണമായും പഴയ പാപപ്രകൃതിയെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു പുതിയ മനുഷ്യനെ ധരിക്കുകയാണ്. ദാറ്റ്സ് എ ന്യൂനെസ് ഓഫ് ലൈഫ്. അതാണ് പൗലോസ്ലീഹ അനുഭവിച്ചുകൊണ്ട് പറയുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച പൗലോസ്ലീഹയുടെ പഴയ വസ്ത്രമെല്ലാം കത്തി ചാമ്പലായിപ്പോയി. പൗലോസ്ലീഹയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് അണിയിച്ചു. ആ മനോഹരമായ രുചിയിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പഴയത് കഴിഞ്ഞു പോയി. ഇനി ആ പഴയ വസ്ത്രമൊന്നും എന്നിൽ അല്പം പോലുമില്ല, ഒരു നൂല് പോലുമില്ല. ബിഹോൾഡ്, ഐ ആം എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിലൊരു പുതിയ മനുഷ്യനാണ്. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് വേണ്ട ദൈവമക്കളെ. നമ്മൾക്കൊന്ന് കൊതിയോടെ പ്രാർത്ഥിക്കാം, നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഈ സത്യത്തിൻ്റെ രക്തം പുരണ്ട വചനം കേൾക്കുന്ന ദൈവമക്കളെല്ലാവരും പഴയ പാപപ്രകൃതിയോട് എന്നേക്കുമായി ആ വെറുത്ത് യാത്ര പറഞ്ഞ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ വിധ്വംസിച്ച് പൾസിച്ചകറ്റി കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിക്കുന്നതായ ഒരു സ്വർഗീയ അനുഭൂതിയിലേക്ക് നമ്മൾ വരണം. അതുതന്നെയാണ് എഫേസ്യർ 4:22 മുതൽ വായിക്കുന്നത്. എഫേസ്യർ ലേഖനം 4-ാം-അധ്യായത്തിൻ്റെ 22 മുതലായിരിക്കുന്ന വാക്യങ്ങൾ. 22 മുതൽ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ വൃത്തികെട്ട നടപ്പുള്ളതായ ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പുതിയ മനുഷ്യനെ ധരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന ദൈവമക്കൾ തിരികെ പോകുമ്പോൾ ഒരു കാര്യം നടക്കണം. അത് വ്യക്തമായി നടക്കണം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അത് നടന്നിരിക്കണം. പഴയനെല്ലാം ഉരിഞ്ഞു കളയാവും. കർത്താവായ യേശുക്രിസ്തുവിന്റെ തങ്കച്ചോര വാർന്നടിക്കുന്ന ക്രൂശിൻചുവട്ടിലേക്ക് ഈ വൃത്തികെട്ടതായ ജീവിത വസ്ത്രത്തെ മുഴുവനായിട്ട് അങ്ങ് ഉരിഞ്ഞ് എറിഞ്ഞു കളയാം. അതെനിക്ക് വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ പുതപ്പിട്ട കുരുടൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ഭിക്ഷക്കാരൻ ഓടി വന്നതുപോലെ
ദൈവത്തിന് സ്തോത്രം. ആ ശമര്യക്കാരി സ്ത്രീ കുടം വെച്ചിട്ട് ശമര്യാദേശത്തേക്ക് ഒരു പുതിയ സൃഷ്ടിയായി ചെന്നതുപോലെ, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം. പഴയ മനുഷ്യനെ രാഗമോഹങ്ങളോടെ അങ്ങ് ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു, ഉരിഞ്ഞു കളയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ് നമ്മൾ ഉടുക്കുന്നു. ഞാനിവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ ഇങ്ങോട്ട് വന്ന വ്യക്തിയല്ല. ആ കാണുന്നവരും വീട്ടുകാരും സ്വന്തക്കാരും നാട്ടുകാരും ഇവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. സുന്ദരമെന്ന ദൈവാലയ ഓരോ വാതുക്കൽ ഇരുന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി ഇവനല്ലയോ എന്ന് അത്ഭുതം കൂറിക്കൊണ്ട് അവനെ പരിചയമുള്ള ജനം ചോദിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം. മദ്യത്തിൻ്റെ ലഹരിയിൽ ചാഞ്ചാടി അശുദ്ധനായി സിനിമയും കണ്ട് കൂട്ടുകെട്ടിൽ അഴിഞ്ഞാടി നടന്നായ മക്കളാണോ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണമുള്ള മക്കളായി നടക്കുന്നതെന്ന് അത്ഭുതം കൂറിക്കൊണ്ട് പറയണം. അതുമാത്രമാണ് ഈ വചന ശുശ്രൂഷയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാർത്ഥമായ ആഗ്രഹം. നിങ്ങൾ എന്തു പറയുന്നു? ദൈവത്തിന് സ്തോത്രം. പഴയ മനുഷ്യനായിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുമോ? ഇവിടുന്ന് പഴയ സ്വഭാവമായിട്ട് ഇറങ്ങിപ്പോകുമോ? പഴയ പ്രകൃതിയുമായിട്ട് ഇറങ്ങിപ്പോയാൽ നിൻ്റെ പോക്ക് നാശത്തിലേക്കായിരിക്കും. ജീവിതയാത്രക്കാർ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനും വ്യക്തമായൊരു തീരുമാനമെടുക്കുകയാണ്. കർത്താവേ, എൻ്റെ പഴയത് യാതൊന്നും എനിക്ക് വേണ്ട. ഒരു നന്മയും ഒരു കണിക പോലും എൻ്റെ ജീവിതത്തിൽ നല്ലതെന്ന് പറയാനായിട്ടില്ല. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതെല്ലാം ഒന്ന് കാണിച്ചു തന്നാൽ അറപ്പോടും വെറുപ്പോടും കൂടി എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചികനെയും അവൻ്റെ പ്രവൃത്തികളെയും അവൻ്റെ പാപരാഗ മുഖങ്ങളെയും എന്നേക്കുമായി വെറുത്ത് ഉപേക്ഷിച്ച് നന്ദിയോടെ സ്വതം അത് പോരാൻ കർത്താവ്, എനിക്കൊരു പുതിയ മനുഷ്യനായി തീരണം. എനിക്കൊരു പുതിയ ഹൃദയം കിട്ടണം. എനിക്കൊരു പുതിയ ചിന്താമണ്ഡലം കിട്ടണം. എനിക്കൊരു പുതിയ ബുദ്ധി കിട്ടണം. എനിക്കൊരു പുതിയ കണ്ണ് ലഭിക്കണം. പുതിയ കാഴ്ചപ്പാട് ലഭിക്കണം. അങ്ങനെ എനിക്കൊരു പുതിയ മനുഷ്യനായി തീരണം. എന്നെ കാണുന്നവർ യേശുവിനെ കാണണം. ദൈവനാമ മഹത്വത്തിനായി തീരണം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പുതുക്കം പ്രാപിക്കണം. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതേ പ്രകൃതിയിലേക്ക് ഡെയിലി വളരണം. ഹല്ലേലൂയ. ഒരു ഘട്ടം വരുമ്പോൾ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. ക്രിസ്തുവാകുന്ന തലയോളം നാം ഓരോരുത്തരും വളരണം. ജഡപ്രകൃതി മുഴുവനായിട്ടങ്ങ് മാറി ആത്മപ്രകൃതിയായിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ ഞാൻ ജഡീകനായിരുന്നു, പക്ഷേ ഞാൻ തികഞ്ഞ ആത്മീയനായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇനി നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഇവിടെ കൊലോസ്യർക്ക് ലേഖനത്തിൽ പറഞ്ഞു, പ്രിയരുമായി മനസ്സിലിവ്, ദയ, സൗമ്യത, താഴ്മ, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ഈ ഒരു വ്യക്തി പുതിയ വസ്ത്രം ധരിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ ധരിച്ച പിതാക്കന്മാരെ പോലെ നാമും യേശുക്രിസ്തുവിൻ്റെ തേജസ് അണിയുന്ന ദൈവമക്കളായി മാറിയാൽ നമ്മളിൽ പ്രകടമാകുന്ന ചില സ്വഭാവ മേന്മകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ പുതിയ മനുഷ്യൻ്റെ ചമയങ്ങൾ എന്ന് പറയുന്നത്. ഞാനൊരു പുതിയ വ്യക്തിയായി എങ്കിൽ ആ വസ്ത്രം എന്തെല്ലാം വെളിപ്പെടുത്തും? ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ പ്രകടമാകുന്ന സ്വഭാവ മേന്മകളാണ് ഇവിടെ പൗലോസ് എടുത്തു പറയുന്നത്. പ്രായോഗിക ദൈനംദിന ജീവിതത്തിൽ ഒരു സത്യ ക്രിസ്ത്യാനി, പഴയത് കഴിഞ്ഞുപോയി പുതിയതായി തീർന്ന അനുഭവത്തിലേക്ക് വന്ന ദൈവപൈതൽ അണിയേണ്ടതായ വസ്ത്രത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നോടെ വായിച്ച് 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ. മനസ്സലിവ് മനോഹരമായ ഒരു വസ്ത്രമാണ്. എപ്പോഴും വേണ്ടതാണ്. വസ്ത്രം നമ്മൾ വല്ലപ്പോഴും അല്ലല്ലോ ധരിക്കണേ. ഏത് വസ്ത്രമാണെങ്കിലും എപ്പോഴാണെങ്കിലും വസ്ത്രം കാണുമല്ലോ. ദൈവമക്കളെ, ഏത് സമയത്തും ഒരു വ്യക്തി അണിഞ്ഞു നടക്കേണ്ടതായ സുന്ദരമായ മനോഹരമായ, ദൈവത്തിന് സ്തോത്രം, ദൈവമക്കളെ, സുഗന്ധമുള്ളൊരു വസ്ത്രമാണ് വാസ്തവത്തിൽ മനസ്സലിവ്. പിറ്റി, മേഴ്സി, ഒരു ടെൻഡർ ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, നിങ്ങൾക്കറിയാം, കട്ടിയായിട്ടിരിക്കുന്നതും അലിഞ്ഞ് ഒഴുകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ദിവ്യ സ്വഭാവമാണ് മനസ്സലിവ്. മത്തായി സുവിശേഷം എടുത്ത് കർത്താവായ യേശുക്രിസ്തു പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ജനത്തെ കണ്ട് മനസ്സലിയാണ്. പട്ടിണി പാവങ്ങൾ ഒന്നിച്ചു കൂടി വരുമ്പോഴേക്കും അവർക്ക് കുറേ വചനം കൊടുത്തു വിട്ടാൽ മാത്രമല്ല, അവരുടെ പട്ടിണി ഓർത്ത് പോലും കർത്താവ് മനസ്സലിയുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവാണ്. വായിച്ച് 14-ാം അധ്യായം മത്തായി 14:14 വായിച്ച്.
അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു. കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോഴേക്കും വലിയ പുരുഷാരം പല ദേശത്തു നിന്നും ഓടി യേശുവിൻ്റെ അടുക്കൽ വന്നു. അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതത്തിൽ ജനം പട്ടിണി കിടക്കുന്നല്ലോ എന്നോർത്ത് കർത്താവ് മനസ്സലിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ നടന്നു വരുമ്പോൾ നയിലിലെ വിധവയുടെ ഏകമകൻ മരിച്ചു, ശവമഞ്ചത്തിൽ അടക്കാൻ കൊണ്ടുപോവുകയാണ്. ഒന്ന് വായിക്കാൻ മതി. 7-ാം അധ്യായത്തിൽ, ലൂക്കോസ് 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രകൃതി ഇന്നത്തെ ക്രിസ്തീയ തലമുറയിലെ ദൈവമക്കളിലൊന്ന് വ്യാപരിച്ച് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര മനോഹരമായിട്ട് ആത്മീയ രംഗങ്ങൾ സജീവമായി പ്രവർത്തനത്തിലേക്ക് വരുമായിരുന്നു. വായിക്കാം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, ആരുടെയും ഉള്ളം അലിഞ്ഞു പോകുന്ന രംഗമല്ലേ അത്. കർത്താവായ യേശു ക്രിസ്തുവിന് വഹിക്കാൻ പറ്റിയില്ല. ഞാൻ മനസ്സലിഞ്ഞാലും എനിക്ക് വല്ല ഇച്ചിരി പണം കൊടുക്കായിരിക്കും, ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കായിരിക്കും. പക്ഷേ എൻ്റെ കർത്താവ് ഏതെങ്കിലും ഒരു രംഗം കണ്ട് മനസ്സലിഞ്ഞാൽ അതിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനാണ്. ദൈവത്തിൻ്റെ മഹത്വം. അവൻ മനസ്സലിഞ്ഞ് നല്ല വാക്ക് പറഞ്ഞ് ആശ്വാസം വാക്കുകൾ പറഞ്ഞ് സമാശ്വസിപ്പിച്ചു പോവുകയല്ലേ അത്. മരണത്തെ ജീവനാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശു ഇപ്പം എന്നെയും കാണുന്നുണ്ട്. ആ യേശു നിങ്ങളെയും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അറിയുന്നുണ്ട്. നിങ്ങൾ അനാഥരല്ല. നിങ്ങളുടെ ദൈവത്തിന് സ്തോത്രം യഥാർത്ഥമായിരിക്കുന്ന വേദന വിഷയങ്ങൾ, ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും ഹല്ലേലൂയ രോഗങ്ങളും നിങ്ങൾ പലതുകൊണ്ടും സാമ്പത്തികമായി വലയുന്നതും എല്ലാം കണ്ട് മനസ്സലിയുന്നൊരു കർത്താവാണ് നിങ്ങളുടെ അടുക്കിലേക്ക് പ്രശ്നത്തിൻ്റെ പരിഹാരകനായി വന്നിരിക്കുന്നത്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ പ്രകൃതിയാണ് ഈ മനസ്സലിവെന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ പിതാവാൻ ദൈവത്തിന് കൊടുക്കുന്നതായി വിശദീകരണം എന്താണ്? 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ മനസ്സലിവുള്ള പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ അവൻ്റെ മനസ്സലിയുകയാണ്. അലിഞ്ഞ് കരുണയും സ്നേഹവും സഹായവും എന്നിലേക്ക് ഒഴുകരുകയാണ്. ഒരു കൽപ്പന പോലെ പത്രോസ്ലീഹ എന്താണ് പറയുന്നത്? 1 പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. അതൊരു കൽപ്പനയാണ്. മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കണം. ദൈവമക്കളെ, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നമ്മുടെ കഠിന ഹൃദയം ഒന്ന് അലിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ഒരു മഞ്ഞുകട്ട ഉരുകിക്കഴിയുമ്പോൾ അതങ്ങ് ഒഴുകും. അതെവിടെയെല്ലാം ആവശ്യമായിരിക്കുന്നു അങ്ങോട്ട് എൻ്റെ മനസ്സ് അലിഞ്ഞ് സഹായം അങ്ങോട്ട് ഒഴുകി ചെല്ലണം. ഒന്നാമത് ഒരു ദൈവവൈതൽ കർത്താവായി യേശു ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു സ്വഭാവ മേന്മ എന്താണ്? ദൈവമക്കളെ, അത് മനസ്സലിവാണ്. രണ്ടാമത്തെ എന്താണ്? മനസ്സലിവ്, ദയ, കൈൻഡ്നസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. കൈൻഡ്നസ്. ദൈവമക്കളെ, ഇതിനോട് ചേർന്ന് പോകുന്നതാണ്. വായിച്ച തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മറക്കാനൊക്കില്ല. എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്? എൻ്റെ ഏത് മേന്മ കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്? എൻ്റെ ഈ പാപപ്രകൃതി മാറിയത് എങ്ങനെയാണ്? ആഴക്കുഴിയിൽ കിടന്ന് ഞാൻ ഈ ഉറപ്പുള്ള പാറമേൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ഇടവന്നത് എന്തുകൊണ്ടാണ്? പാപത്തിൻ്റെ വഴിയിലൂടെ ലൗകികനായി ജഡീകനായി അതേ സമയത്ത് പരീശനെ പോലെ ഭക്തിയുടെ വേഷം ധരിച്ച് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ബലഹീനദാസൻ ഈ തേജസ്സേറിയ രംഗത്ത് നിൽക്കാൻ തക്കോണം യോഗ്യനായി തീർന്നത് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടാണോ? എൻ്റെ പാരമ്പര്യം കൊണ്ടാണോ? എൻ്റേതായ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണോ? ഒരു കാര്യം എനിക്ക് 100 വട്ടം അറിയാം. എന്താണ്? തീത്തോസ് 3:4 വായിച്ച്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും
മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ ഹല്ലേലൂയ. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദയ എന്നിൽ ഉദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന് എന്നോട് പ്രീതി തോന്നി. ഹല്ലേലൂയ. പാപം പെരുകിയെടുത്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ അത്യന്തം പെരുക്കി ഒഴുക്കി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് എന്നോട് ദയ തോന്നി. അവൻ്റെ ആണിപ്പഴുതുള്ള സ്നേഹത്തിൻ്റെ കരം ആഴക്കുഴിയിൽ കിടന്ന് എൻ്റെ അടുക്കലേക്ക് താണിറങ്ങി വന്നു. ആ ദയയുടെ കരം എന്നെ പിടിച്ചു പൊക്കി. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദയ അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രം പോരാ. നമ്മൾ എന്ത് ചെയ്യണം? എഫേസർ 4:32 വായിച്ച്. എഫേസർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. 4:32. നിങ്ങൾ തമ്മിൽ ദയവും മനസ്സലിവുമുള്ളവരായി നിങ്ങൾ തമ്മിൽ ദയവും മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. നമ്മളും കാണിക്കുക ദൈവമക്കളെ ദയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമ്മളും ഈ ദയ കാണിക്കണം. നമ്മളും ഈ കരുണ കാണിക്കണം. നമ്മൾ നിന്ന് മനസ്സ് അലിഞ്ഞ് ഈ ദയയായിട്ട് ഒഴുകണം. 1 മനസ്സലിവ്, 2 ദയ, 3 എന്താണ്? താഴ്മ ധരിപ്പീൻ. താഴ്മ ധരിപ്പീൻ. ഹംബിൾനെസ് ഓഫ് മൈൻഡ്, ലോനെസ്. അങ്ങോട്ട് താഴ. നമുക്ക് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു ദൈവിക പ്രകൃതിയാണിത്. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഉള്ളം വാസ്തവത്തിൽ വേദനയോടെ ഞെട്ടുന്നുണ്ട്. ഒരു രംഗം കാണുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഉയർന്ന പീഠത്തിലിരിക്കുന്നു. തേജോമയനായ കർത്താവായ യേശുക്രിസ്തു അരയിൽ ഉറുമാല് കെട്ടിക്കൊണ്ട് കയ്യിൽ വെള്ളവും എടുത്തുകൊണ്ട് തറയിൽ ഇരുന്നു കൊണ്ട് മീനുളുമെന്നാർന്ന മുക്കുവന്മാരുടെ കാൽപാദം കഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു അനേക ഉപദേശങ്ങൾ കൊടുത്തുവെങ്കിലും കർത്താവായ യേശുക്രിസ്തു ചെയ്ത് കാണിച്ച് എൻ്റെ ഈ പ്രവൃത്തി അനുകരിപ്പിൻ പറഞ്ഞത് ഈ കാല് കഴുകലാണ്. ഞാൻ ശിഷ്യന്മാരുടെ കാല് കഴിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കഴുകണം. ഇതിനേക്കാൾ കൂടുതൽ താഴാനുണ്ടോ? ആരാണ് തറയിൽ ഇരുന്നു കൊണ്ട് കാല് കഴുകുന്നത്? ആരുടെ കാലുകളാണ് കഴുകുന്നത്? അത് പറയാൻ എനിക്കെന്ത് യോഗ്യത? ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന സത്യക്രിസ്ത്യാനി, നിനക്കോ അഹങ്കാരം, നിനക്കോ ഉന്നത ഭാവം? നീ വീണ് കിടക്കാൻ കാരണമെന്താണ്? ഒരു സത്യം നിങ്ങൾ വ്യക്തമായിട്ട് അറിയണം. മാലാഖയെ ദൈവത്തിന് സ്തോത്രം പിശാചാക്കി മാറ്റുന്ന പൈശാചികമായ പ്രകൃതിയാണ് അഹങ്കാരം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഞാൻ ഉയരുകയല്ല, ഞാൻ താണുതാണ്. ദൈവത്തിന് സ്തോത്രം വിനയപ്പെടുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ ഉയർത്തുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കന്യമറിയാവിൻ്റെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങി കണ്ടൊരു സുവിശേഷ മേന്മ അതായിരുന്നു. കണ്ടാലും തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുവല്ലോ. എൻ്റെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയായി തീരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നന്ദിയോടെ സ്തോത്രം. ആരും ഉയർത്തപ്പെട്ടില്ല, അതുപോലെ അതിനാൽ സ്പഷ്ടം മറിയാമെ പോലെ ആരും താഴ്ത്തപ്പെട്ടില്ല. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അടിമ. ഹല്ലേലൂയ. ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ കൂട്ടായ്മയിൽ ദൈവമക്കൾ വരണം. മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നെണ്ണണം. ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, തന്നെത്താൻ ഉയർത്തരുത്. ഇന്ന് നിങ്ങൾ പഴയ മനുഷ്യനെ, അഹങ്കാരത്തെ അങ്ങോട്ട് ഉരിഞ്ഞു കളഞ്ഞ്, ദൈവത്തിൻ്റെ സ്തോത്രം താൻ മതിമയെ അങ്ങോട്ട് ഉരിഞ്ഞു കളഞ്ഞ്, ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഒന്നിനും മതിയായവനല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ ഞാൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല. വായിച്ച ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3 മുതലായിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം താഴ്മ ധരിച്ചതായ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഫിലിപ്പിയർ 2:3 വാക്യം വായിച്ച്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. നിങ്ങളുടെ ജീവിതത്തിലാവുന്ന പ്രാർത്ഥനയാക്കാൻ മനസ്സാണ്. ഓരോരുത്തൻ, മറ്റു വ്യക്തി ആരാണെങ്കിലും ശരി, ഏത് താണവനാണെങ്കിലും ശരി, ഏത് രോഗിയാണെങ്കിലും ശരി, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും ശരി, അവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണാവും നിങ്ങൾക്ക്. മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്ന് ഞാൻ എണ്ണും, ഞാൻ മറ്റുള്ളവരുടെ താഴെ നിൽക്കും എന്നെണ്ണാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുക, താഴ്മയുടെ കാര്യത്തിൽ എന്നെ മുന്ന് കടക്കാൻ ആരെയും അനുവദിക്കരുത്. ഞാൻ ഏറ്റവും മുന്നിലായിരിക്കും. വീട്ടിലും അതെ, നാട്ടിലും അതെ, കൂട്ടായ്മയിലും അതെ, എല്ലാ രംഗത്തും അതെ. 1 മനസ്സലിവ്, 2 ദയ, 3 താഴ്മ.
പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൗമ്യത. ദൈവത്തിന് താഴ്മയുടെ മറ്റൊരു വകഭേദമാണ്. നിയന്ത്രണ വിധേയമാക്കാവുന്ന ശക്തി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സൗമ്യത എന്ന് പറയുന്നാൽ മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. കഴിവില്ലാത്തവനല്ല, ഒന്നിനും കൊള്ളില്ലാത്തവനല്ല. ഞാൻ മിണ്ടുന്നില്ല, ഞാൻ അനങ്ങുന്നില്ല, ഞാൻ നിസ്സഹായനായി നിശബ്ദനായി ഇരുന്നോളാന്നല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ പ്രകൃതിയാണ്. ദൈവമക്കളെ, നമുക്ക് ആവശ്യം വേണം, ശക്തി വേണം, പക്ഷേ അത് നിയന്ത്രണ വിധേയമായിരിക്കണം. മത്തായി 5:5 വായിച്ച്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അവർ ഭൂമിയെ അവകാശമാക്കും. ദൈവത്തിന് സ്തോത്രം. സൗമ്യത. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സൗമ്യത വാസ്തവത്തിൽ സ്വയം ത്യജിക്കാനുള്ളതായ മനസ്സാണ്. സ്വയമില്ല അവിടെ. ഞാനങ്ങ് താണ് സൗമ്യതയോടെ നിൽക്കുകയാണ്. രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ കുഞ്ഞാടിനെ പോലെ നിന്ന് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ സൗമ്യത വളരെ പ്രകടമായിരിക്കണം. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടട്ടെ. പത്രോസിയ 1-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ സ്ത്രീകളോട് പറയും, നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന വസ്ത്രമുണ്ട്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ്. 3-ാം അധ്യായത്തിൻ്റെ 1 പത്രോസ് 3:3 വായിച്ച് ദൈവമക്കൾ ധരിക്കേണ്ടതായിരിക്കുന്നൊരു വസ്ത്രം എന്താണ് വായിച്ചു? നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. വളരെ വില കൂടിയതായിരിക്കുന്ന മനോഹരമായ വസ്ത്രം ധരിച്ച് ആഡംബര വിഭൂഷിതരായി നടക്കുന്നതല്ല ഒരു ദൈവം പൈതലിന്റെ അലങ്കാരം. പിന്നെ എന്താണ്? സൗമ്യതയും സാവധാനതയും. ദൈവത്തിന് സ്തോത്രം. അക്ഷയഭൂഷണമായ, ഒരിക്കലും ക്ഷയിച്ചു പോകാത്തതായ ദൈവ ആഭരണമാണത്. അത് മറ്റതെല്ലാം ഊരിക്കള, അഹങ്കാരം താഴെ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളത് ധരിക്കണം. 5-ാമത്തെ കാര്യം എന്താണ് പറയുന്നത്? കൊലോസ്യർ 3:14 വായിച്ച്. ദീർഘക്ഷമ. 4-ാമത്തെ കാര്യം ദീർഘക്ഷമ, നന്ദിയോടെ സ്തോത്രം. പേഷ്യൻസ്, ലോങ് സഫറിങ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ ദീർഘമായി ക്ഷമിക്കണം. അത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. ഒരു ദൈവം ഇതിൽ കോപിച്ചെടുത്തിയാടി കഠിനമുള്ളതായ വാക്കുകൾ പറയാനായിട്ട് ഇടവരരുത്. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ ദീർഘക്ഷമ, അതെന്തുമാത്രം അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും. കുടുംബത്തിൻ്റെ കലഹത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. കൂട്ടായ്മയ്ക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ വഴിയൊരുക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അതെന്തുമാത്രം പറഞ്ഞാലും മതിയാകുകയില്ല. ശീഘ്ര കോപം ഒരിക്കലും അരുത്. ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തെ ഭരിക്കണം. അതൊരു വിജയമാണ് ദൈവമക്കളെ, അതൊരു പരാജയമല്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പത്രോസിയെ ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? 7 വട്ടം മതിയോ? കർത്താവ് പറഞ്ഞു 7 വട്ടം ഒന്നല്ല, 70 വട്ടം ക്ഷമിക്കണം. അതിർത്തിയില്ലാത്തതായ ക്ഷമ, നന്ദിയോടെ സ്തോത്രം. മനുഷ്യായുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന ക്ഷമ. എനിക്കൊരു വാക്കോടെ പറയാതെ അവസാനിപ്പിക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഓവർ കോട്ട് പോലെ, അങ്കി പോലെ ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്. കൊലോസ്യർ 3:14. കൊലോസ്യർ 3:14. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. എൻ്റെ ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ധരിക്കണം. ദൈവമക്കളെ, ഇത് പറഞ്ഞു തീർക്കാൻ എനിക്ക് മതിയാകുന്നില്ല. ദൈവമക്കളെ, ഈ വസ്ത്രം കിട്ടിയോ? പഴയതങ്ങ് ഉരിഞ്ഞു കളഞ്ഞോ? നന്ദിയോടെ സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തിനോ സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന ഈ പുതിയ വസ്ത്രം വിതരണം ചെയ്യുന്ന സമയമാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സലിവ് ധരിക്കണം, ദയ ധരിക്കണം, താഴ്മ ധരിക്കണം, സൗമ്യത ധരിക്കണം, ദീർഘക്ഷമ ധരിക്കണം. എല്ലാറ്റിൻ്റെയും ഉപരിയായി, എല്ലാറ്റിൻ്റെയും മേളിലായി നിങ്ങളെ മുഴുവൻ കാണുന്ന എന്തായിട്ടാണ്? സ്നേഹം ധരിപ്പീൻ. സ്നേഹം ആരാണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥ സ്നേഹമാണ്. പിതാവാൻ ദൈവം തൻ്റെ ഏകജാതനായി പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രൻ തമ്പുരാൻ ജീവൻ തന്ന് ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമാണ് കാൽവറിൽ പിടഞ്ഞെടുക്കുന്ന രംഗം. കർത്താവിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവാകുന്ന സ്നേഹത്തെ തന്നെ ധരിപ്പീൻ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ പഴയ മനുഷ്യനെ, ആ പാപരാഗ മോഹത്തോടെ സകല പാപത്തെയും പാപപ്രകൃതിയെയും പരിശുദ്ധാത്മാവിനെതിരായി വന്ന പാപത്തെയും സകലവിധമായ അഹങ്കാരത്തെയും
പാപത്തെയും മ്ലേച്ഛതകളെയും ഹാലലൂയ 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 പാപമെന്ന് തോന്നുന്ന സകലത്തെയും ഹാലലൂയ ശത്രുവിന് ഇടമുള്ള സകലത്തെയും അങ്ങ് ഉരിഞ്ഞ് പറിച്ചെടുത്ത് എറിഞ്ഞു കളഞ്ഞ ദൈവമക്കളെ അത് വേണ്ടാന്ന് വെക്കാമോ? അപ്പോൾ ഇതാ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ വസ്ത്രവുമായിട്ട് വരുന്നു. ഹാലലൂയ കാൽവറിയിൽ തുന്നിയതായ ആ രക്തം പുരണ്ട വസ്ത്രവുമായിട്ട് വരുന്നു. ഇപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞാടിനെ ധരിച്ചവരായി നിങ്ങൾ എഴുന്നേൽക്കണം. അതിന് പൊന്നുതമ്പുരാൻ കൃപ എന്ന് സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.